രാവിലെ ചായയൊക്കെ റെഡിയായി. അതിനുശേഷം നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്, വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട്. ഞാനപ്പോൾ കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, ഇച്ചിരി മട്ടർ അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു അരമുറി സവാളയും കൂടെ, എന്നിട്ട് ഇച്ചിരി സ്വല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ആ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് വേവിച്ച്, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാഗി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നെകക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് തിളച്ച് ഇച്ചിരി വെള്ളം അടിയിലുള്ളപ്പോൾ അതൊന്ന് ഓഫാക്കി ഞാൻ അടച്ചു. പിന്നെ അത് ആവി കിടന്ന് നന്നായി അത് കുതിർന്ന് വെന്ത് വരും. അപ്പം നമ്മുടെ വെജിറ്റബിൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതൊന്ന് ഞാൻ എടുത്ത് വെള്ളത്തിയിട്ട് ആദ്യത്തെ ഒരു വെള്ളം കഴുകി കളഞ്ഞിട്ട് കുറച്ച് വിനാഗിരി ഉപ്പിട്ട് കുറച്ച് നേരം ഇട്ട് വെക്കും. അതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം കഴുകി നല്ല ക്ലീൻ ആവുന്നിടം വരെ ഒന്ന് കഴുകിയെടുക്കും. ഇതൊരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ 2 കഷ്ണം ഇഞ്ചി ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഒരു 6-7 സവാള അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഈ 2 എണ്ണം ഞാനിങ്ങനെ എണ്ണയ്ക്കകത്തൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ബാക്കിയുള്ള സവാളയും വെളുത്തുള്ളിയും ആ ചതച്ച ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ അച്ചാറായത്. ആർക്കെങ്കിലും ചിക്കൻ അച്ചാറോ അച്ചാറുകൾ വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ. ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കുവേ. അപ്പോൾ സവാള ഇതെല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി, 1 ടേബിൾ സ്പൂൺ മിക്സ് മുളക് പൊടി, എന്നിട്ട് ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി പച്ചമണം പോയണേ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും ചേർത്ത് വെച്ച ചിക്കൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ അടിയിലൊന്ന് പിടിക്കുന്നത് കൊണ്ട് ഞാനൊരു സ്വല്പം ചൂടുവെള്ളം ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ചിക്കനിൽ നിന്നൊക്കെയുള്ള വെള്ളം കുറച്ചൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ തീ ഒരിച്ചിരി കുറച്ചിട്ടിരുന്നാൽ മതിയേ. അപ്പം ഞാൻ അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് ഇച്ചിരി കഴിഞ്ഞോണ്ടേ അതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ വറുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലേ, അതൊന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ട് അതുകൂടി ഇതിൻ്റെ അകത്തൊന്ന് ചേർത്തിട്ട് നന്നായി ഇപ്പം ഇച്ചിരി കൂടെ ഒന്ന് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് അതുകൂടെ ആ ഉള്ളിയും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായി അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അത് നല്ല ഞാനൊന്ന് നോക്കിയോണ്ടേ എല്ലിൽ നിന്നൊക്കെ ചിക്കൻ വിട്ട് വരുന്നുണ്ട്. ഇച്ചിരി നേരം കൂടെ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വെന്തോന്ന് നോക്കാനായിട്ട് എല്ലുള്ള ചിക്കൻ എടുത്ത് കഴിച്ച് നോക്കണേ. അപ്പോൾ എല്ലിൽ നിന്ന് വിടുവാണെങ്കിൽ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ ഇതിൽ കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കാം. ഞാനിപ്പം സവാള, കുറച്ച് കടുക്, ഒരിച്ചിരി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്.